മലബാറിലെ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ ആവേശത്തിലാണ്. വികസനം മുതൽ CAA വരെ എന്തും പ്രചാരണത്തിൽ സജീവ ചർച്ചാ വിഷയമാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പയ്യന്നൂർ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനത്തിലാണ്. ജോസ്ഗിരി മഠത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. പയ്യന്നൂർ മുതൽ വെള്ളൂർ വരെ വൈകുന്നേരം അദ്ദേഹം റോഡ് ഷോ നടത്തും. വയനാട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ ഇന്ന് നിലമ്പൂർ ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. കുടുംബയോഗങ്ങൾ, സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കൽ, റോഡ് ഷോ തുടങ്ങിയവയാണ് പ്രചാരണ പരിപാടികൾ. UDF സ്ഥാനാർത്ഥി K സുധാകരനും ഇരിക്കൂറിലാണുള്ളത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് പേരാവൂർ നിയോജക മണ്ഡലത്തിലാണ് വോട്ട് തേടുന്നത്. വടകര മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ കൊയിലാണ്ടിയിലായിരുന്നു ഇന്ന് പ്രചാരണം. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി, സിവിൽ സ്റ്റേഷൻ, കൊയിലാണ്ടി നഗരം എന്നിവിടങ്ങളിൽ പ്രചരണത്തിലാണ് ശൈലജ ടീച്ചർ. പാർലമെന്റിലേക്ക് ഞങ്ങൾ 20 പേരെ തിരഞ്ഞെടുത്ത് അയക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായാൽ ഇന്ത്യൻ പാർലമെന്റിൽ മതേതരത്വത്തിനു വേണ്ടി, നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തിനു വേണ്ടി, ഭരണഘടന സംരക്ഷിക്കാൻ ശക്തമായി പോരാട്ടം നടത്താൻ ഞങ്ങൾ 20 പേർ അവിടെ ഉണ്ടാകും. മിണ്ടാതിരിക്കില്ല. ഞങ്ങൾ ഈ UDFൻ്റെ MP ചെയ്തതുപോലെ മിണ്ടാതിരിക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. പിന്നെ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഞങ്ങൾ പോരാടും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും കൊയിലാണ്ടിയിലാണ് ഇന്ന് പ്രചാരണം. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ പേരാമ്പ്ര ഭാഗത്താണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. കോഴിക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം എലത്തൂർ മണ്ഡലത്തിലാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം വോട്ട് തേടുന്നുണ്ട്. മലപ്പുറം LDF സ്ഥാനാർത്ഥി കൊണ്ടോട്ടി, മലപ്പുറം മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ പെരിന്തൽമണ്ണയിൽ പട്ടിക്കാട് ജാമിയ സന്ദർശിച്ചു. ET റംസാൻ ആയതുകൊണ്ട് ഉച്ചകഴിഞ്ഞ് പ്രചാരണത്തിനില്ല. രാത്രിയോടെ പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് തേടും. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി KS ഹംസ കോട്ടയ്ക്കലിൽ പ്രചാരണത്തിലാണ്. UDF സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി തവനൂരിലാണ് ഇന്ന് വോട്ട് തേടുന്നത്. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിച്ചു. പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനം നടത്തിയും വാഹന പര്യടനം നടത്തിയും ആണ് വിജയരാഘവന്റെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. ആലത്തൂർ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പര്യടനം ഇന്ന് നെന്മാറ മണ്ഡലത്തിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.